ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ട്രാവൽ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. 1-2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇത്ര ലോങ് ട്രെയിനിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. അതും ഡയറക്റ്റ് ട്രെയിനല്ല. നമുക്കതിൻ്റെ ഇടയിൽ 1-2 ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എറണാകുളത്തേക്കാണ്. അപ്പോൾ തൃശ്ശൂർ വരെ നമ്മൾ ബസ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ എത്തി അവിടുന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റിന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എറണാകുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതാ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഒക്കെ ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ട്. 5:30ക്കാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ബസ്സിൽ പോകുന്നത്. തലേദിവസം ഉറക്കം ശരിയായിട്ടില്ല, അപ്പോൾ ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിനിപ്പോൾ ട്രെയിനിൽ കയറിയെന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഉറക്കമൊന്നും വരാറില്ല. രാത്രിയൊക്കെ ആണെങ്കിൽ ഉറങ്ങും. അപ്പോൾ കുറച്ച് ദിക്റും കാര്യങ്ങളൊക്കെ ഒന്ന് എന്തായാലും നമ്മൾ ഫ്രീ ആണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചൊല്ലി തീർക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെയാണ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ചെല്ലാനുള്ളതും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചൊല്ലി തീർക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ എറണാകുളത്തുള്ള ആവശ്യങ്ങളൊക്കെ തീർന്നു കേട്ടോ. ഒരു മണിക്കൂർ നേരെ നമ്മൾ എറണാകുളത്ത് ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് ഒരു ഇക്കാടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവർ ദുബായിൽ ഒരുമിച്ച് റൂമിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്കും നമ്മൾ ടിക്കറ്റൊന്നും റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. തിരിച്ച് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, ട്രെയിനിൽ കയറാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു കുട്ടികളെയും കൊണ്ട്. ലാസ്റ്റ് നമ്മൾ സ്ലീപ്പറിൽ കയറിയിരുന്നു. പിന്നെ TTR വന്നതിന് ശേഷം നമ്മൾ ടിക്കറ്റ് സ്ലീപ്പറിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ കുട്ടികളൊക്കെ പിന്നെ ഒന്ന് ഉറങ്ങി നീറ്റതിന് ശേഷം മോളുടെ തൊട്ടടുത്തിരുന്ന സീറ്റിൽ ഒരു പെൺകൊച്ചിട്ടോ, ആൾ ആർക്കിടെക്ചറാണ്. ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ കയറിയ മുതൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആൾ ഒരുപാട് പിക്ചേഴ്സ് ഇങ്ങനെ ഇരുന്ന് വരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മോൾ എഴുന്നേറ്റപ്പോൾ മോൾ പറഞ്ഞു, ഞങ്ങളൊന്ന് വരച്ച് തരുമോ ചേച്ചിന്ന്. ശേഷം നമ്മൾ ഏകദേശം കൊല്ലത്ത് എത്താനായിട്ടുണ്ട്. ആൾ കൊല്ലത്തുള്ളതാണ്, പക്ഷെ ഇപ്പോൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് ആൾ പോകുന്നത്. ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ആദിത്യ എന്നാണ് കേട്ടോ പേര് പറഞ്ഞത്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് മക്കളെ വരച്ചു കൊടുത്തതാണ്. അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ വരച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായി ഉണ്ടായിരുന്നു. ഈ പിക്ചേഴ്സൊക്കെ ആൾ വരച്ചതാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾ കയറിയ ടൈമിൽ കുറച്ചൊരു ടയേർഡും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. പിന്നെ അതിന് ശേഷം ഈ കൊച്ചിനായിട്ട് അങ്ങോട്ട് സംസാരിക്കൽ തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് അവരങ്ങോട്ട് ഹാപ്പി ആയിട്ടോ ട്രെയിനിൽ. അപ്പോൾ അവൾ വരച്ച പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ മക്കൾ നോക്കുകയായിരുന്നു. എന്തായാലും നല്ല കഴിവുള്ളൊരു പെൺകൊച്ചാണ്, ആർക്കിടെക്ചറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അഷ്ടമുടിക്കായലാണ് കേട്ടോ. അഷ്ടമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പോകുന്നതും. ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലം പോകുന്നത്. അവർ 2 ആഴ്ച മുമ്പ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിരിച്ച് പോവുകയാണ്, ദുബായിലോട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മളോട് ചെല്ലാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് എന്തായാലും തിരുവനന്തപുരം പോകുന്ന ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇന്ന് ഇവിടെയാണ് നിൽക്കുന്നത്, ഇവരുടെ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം പോകുന്നത്. അപ്പോൾ അവർ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
എത്തി. നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് ആയിട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ അടുത്ത് തന്നെ കൊല്ലം ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് രാത്രി. അവരും ഫാമിലിയും ഉണ്ട്, നമ്മളും. അപ്പോൾ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഒരു പെയിനി ഉണ്ട് കേട്ടോ, ഐസ്ക്രീം. അപ്പോൾ അവിടെ കയറി നമ്മളെല്ലാവരും ഐസൊക്കെ വാങ്ങിക്കുകയാണ്. അങ്ങനെ പല പല ഫ്ലേവർ ഐസൊക്കെ വാങ്ങിച്ച് നമ്മൾ തൃശ്ശൂരുണ്ട് കേട്ടോ പിന്നെ. അപ്പോൾ നമ്മളിവിടെ തൃശ്ശൂർ അവിടെ പോകാറുണ്ട്. അങ്ങനെ കൊല്ലം കണ്ടപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വാങ്ങിച്ചു. ഇപ്പോൾ ബീച്ചിൽ പിള്ളേരൊക്കെ നല്ല കളിയിലാണ്. ഇവിടെ ബീച്ചിൽ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, അത് സേഫ് അല്ല എന്നാണ് പറയുന്നത്. അവിടെ ആരും ഇറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ കളിക്കുകയാണ്. നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. നല്ല അടിപൊളി കരിമീൻ പൊള്ളിച്ചതും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുള്ള് ഫിഷ് മതി. 1 മണി വരെ നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അവർ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആക്കുകയെന്ന്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എത്തി. അപ്പോൾ മോന് ചെറിയതിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. മോനക്ക് 1 വയസ്സിന് മുമ്പ് അവനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ്, ഇപ്പോൾ അന്ന് കുഞ്ഞല്ലേ, അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ, ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. നമ്മളുടെ മിനറൽ വാട്ടർ ഇല്ലേ, അതിൻ്റെ ബോട്ടിൽസാണ്. അതുകൊണ്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ താഴെ അതിൻ്റെ അടപ്പ് വരുന്നില്ലേ, അതുകൊണ്ട് താഴെയും ഡിസൈൻ ചെയ്തിട്ട് എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടൻ നല്ലൊരു വ്യക്തിയായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇതുപോലെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ലാംഗ്വേജ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളോട് ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ശരിക്കൊരു നോർമൽ റേറ്റും കാര്യങ്ങളൊന്നല്ല നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറ്. പക്ഷേ ചേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഓരോ നാടുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന്. നമുക്ക് ഇവിടെയും ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഭീമാപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇത് വിഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം നേരം ഇല്ല, ടൈമുണ്ട്. പക്ഷെ നമുക്ക് നമുക്ക് രാത്രിയിലാണ് ഇനിയിപ്പോൾ തിരിച്ച് ട്രെയിന് തൃശ്ശൂരിലോട്ടുള്ളത്. അത് നമുക്ക് റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സീറ്റ് കൺഫേം അല്ല, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. 12:55 കേട്ടോ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ അവിടെയൊക്കെ ഒരുപാട് നേരം നിന്ന് മോള് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളോട് വിഴിഞ്ഞം പള്ളിയിലും കയറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് ഇവിടെ ട്രിവാൻഡ്രം ലുലുവിലേക്കാണ് കേട്ടോ. കാരണം നമുക്ക് തിരിച്ച് റിട്ടേൺ ട്രെയിൻ ഉള്ളത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ ലുലുവിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അത്. അപ്പോൾ നമ്മളിങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇക്കാടൊരു ഫ്രണ്ടിനെയും കൂടെ ഇവിടുന്ന് മീറ്റ് ചെയ്യാണ്ടായിരുന്നു. അവർ ലുലുവിൽക്കാണ് വന്നത്, ആളും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരൊക്കെ ഇട്ടിരുന്ന് സംസാരിച്ച് അവരുടെ വീട്ടിൽ നമുക്ക് പോയി തിരിച്ച് നമുക്ക് എത്താനുള്ള ടൈമില്ല. കാരണം റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരിക്കും ആ ഏരിയയിലോട്ട്. അപ്പോൾ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് മീറ്റ് ചെയ്തു. അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിവിടുന്ന് കറക്റ്റ് ട്രെയിനിൻ്റെ ഒരു ടൈമായപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ
അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ് ട്രിവാൻഡ്രത്ത് നിന്ന്. നമ്മൾ ട്രെയിൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പതിയെ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇക്കാനെ കൊണ്ട് കുറച്ച് യൂട്യൂബ് ഷോർട്സ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒന്ന് എടുത്തു തരാൻ പറഞ്ഞതാണ്. ട്രെയിൻ അവിടെ നിന്ന് പതിയെ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ സമ്മതിച്ചത്. ഇങ്ങനെ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കാരണം ഇങ്ങനത്തെ യാത്രയിൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകുന്നതല്ലേ, എപ്പോഴും നമ്മുടെ സേഫ്റ്റി അതെപ്പോഴും നമ്മൾ നോക്കിയേ പറ്റൂ. അപ്പോൾ നമ്മളിതാ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ലോങ് നമ്മൾ ഇങ്ങനെ ട്രെയിനും ബസ്സും ഒക്കെ കയറി പോകുന്നത്. ഇതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇതുവരെ നമ്മളിങ്ങനെ കാറിൽ പോവും, കാറിൽ വരും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്കിങ്ങനെ പോവാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി വന്നിട്ടുണ്ട്. നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ഒരുപാട് ടയേർഡായി പോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ കാറിൽ പോയിട്ടൊക്കെ ഉള്ള ഇത്രയും ലോങ് ഒന്നും അവർക്ക് അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളൊരു ശീലമില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷൊർണൂർ പാലെത്തിയപ്പോൾ കുറച്ച് നേരം ഒന്ന് ട്രെയിൻ അവിടെ പിടിച്ചിട്ടു കേട്ടോ. ഒരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളെ വിളിക്കാനായിട്ട് അളിയൻ വന്നിട്ടുണ്ട്. ഇവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു 2 ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില യാത്രകൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ടെൻഷൻ ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും. ചിലതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും യാത്രകളിൽ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു യാത്ര ഞങ്ങൾക്ക് ഒരുപാട് റാഹത്തായിരുന്നു. ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.